നമസ്കാരം. റിനി ആൻഡ് ജോർജ് നമ്മൾ മറക്കാത്ത ഒരു പേരാണ് ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ട്. കാരണം റിനി ആൻഡ് ജോർജ് എന്ന് പറയപ്പെടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയപ്പെടുന്ന ചിലപ്പോൾ വളർന്നു വന്ന ഒരു യുവ നേതാവിനെ നിഷ്കരണം പാർട്ടിക്ക് പുറത്തേക്ക് ചവിട്ടി പുറത്താക്കാൻ കാരണക്കാരിയായ ഒരു സ്ത്രീയാണ് ഈ പറഞ്ഞ റിനി ആൻഡ് ജോർജ്. അന്ന് നമുക്ക് ചിലപ്പോൾ തോന്നി ഇതിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ, ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പിന്തുണയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കരിവാരിത്തേക്കലിൻ്റെ മുന്നോടിയായിട്ട് ചെയ്യുന്ന പ്രവർത്തികളാണോ ഇതെന്നൊക്കെ അന്ന് നമ്മൾ സംശയത്തോടു കൂടി കാണുകയും ചെയ്തിരുന്നു. അത് മാധ്യമപ്രവർത്തകരെല്ലാം അങ്ങനെ തന്നെയാണ് പലപ്പോഴും കാണുന്നത്. ഒരു വശം ഒരു വാർത്ത ഉണ്ടാകുമ്പോൾ അതിൻ്റെ മറ്റൊരു വശം കൂടി, ഒരു മറുവശം കൂടി നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ അന്ന് റിനി ആൻഡ് ജോർജ് പലപ്പോഴും മാധ്യമങ്ങളെ കാണുമ്പോഴൊക്കെ നെർവസ് ആവാറുണ്ട്. കൃത്യമായ ഒരു മറുപടി പറയാൻ കഴിയാതെ മാറി നടക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഏറ്റവും പ്രധാന വാർത്തയായിട്ട് വരുന്നത് റിനി ആൻഡ് ജോർജ് CPM-ൻ്റെ പൊതുവേദിയിലെത്തുന്നു. ആ പൊതുവേദിയിൽ പ്രസംഗിക്കുന്നു. ആ പ്രസംഗത്തിന് കൂട്ടുനിൽക്കാനായിട്ട് ചിലപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരെ ആയേക്കാവുന്ന ഒരു സ്ത്രീരത്നമായിരുന്നു KK ശൈലജ എന്ന് പറയപ്പെടുന്ന സഖാവ്. ആ KK ശൈലജയും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ CPM-നെതിരെ ഉപയോഗിച്ച ആയുധമെന്നവർ പറയുന്ന KJ ഷൈൻ ഉൾപ്പെടെയുള്ളവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ പ്രതിഷേധ സംഗമം നടക്കുന്നു. ആ പ്രതിഷേധ സംഗമം എന്ന് പറയപ്പെടുന്നത് സൈബർ ആക്രമണത്തിൻ്റെ പുറത്താണ്. ഈ റിനി ആൻഡ് ജോർജിനെതിരെ നടത്തുന്ന കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്നുണ്ടാകുന്ന സൈബർ ആക്രമണത്തിനെതിരെ ശക്തമായ പ്രതിഷേധം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ കൂട്ടായ്മ ഉണ്ടാകുന്നു. അത് CPM ഉണ്ടാക്കിയെടുത്ത കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിലേക്ക് റിനി എത്തുന്നു. റിനിയോടൊപ്പം നിൽക്കുന്ന ഈ സ്ത്രീരത്നങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സൈബർ ഇടങ്ങളിലെ ആക്രമണം സഹിക്കവയ്യാതെ CPM-ലേക്ക് ചേക്കേറുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണോ റിനി ആൻഡ് ജോർജ് അവിടെ എത്തിയതെന്ന്, അഥവാ ഇനി CPM-ലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട്, കാരണം അവൾക്ക് ഏറ്റ ഇത്തരത്തിലുള്ള അപകടകരമായിട്ടുള്ള സൈബർ ആക്രമണത്തിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് KJ ഷൈനെ പോലുള്ള CPM സഖാത്തികൾ പറയുകയും ആ സഖാത്തികളുടെ ഭാഷണം കേട്ടുകൊണ്ട് പൊതുവേദിയിലേക്ക് വളരെ കൃത്യമായ ആൾക്കാർ കടന്നു വരികയും ചെയ്തുകൊണ്ടാണ് ഈ പ്രതിഷേധം നടന്നത്. അപ്പോൾ എന്തിൻ്റെ സൂചനയായിട്ടാണ് ഈ CPM-ലേക്ക് റിനി ആൻഡ് ജോർജിനെ ഇപ്പോൾ ഇവർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുവാനായിട്ട് വിളിക്കുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ രണ്ട് ചോദ്യങ്ങളവിടെ കിടക്കുന്നു. എനിക്കൊരു ചോദ്യം കൂടി താങ്കളോട് ചോദിക്കാനുള്ളത്, പറവൂരിൽ നമ്മൾ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ, അദ്ദേഹത്തിൻ്റെ മത്സര കേന്ദ്രമാണ് അവിടെ. ആ മത്സര കേന്ദ്രത്തിൽ ഒരു സ്ത്രീ സാന്നിധ്യം, ഒരു വനിതാ സ്ഥാനാർത്ഥിയെ കൂടി നിർത്തി പരീക്ഷിക്കുകയാണുള്ളൊരു ശ്രമം CPM-ൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ CPI-യുടെ സീറ്റാണ് ഈ VD സതീശൻ മത്സരിക്കുന്ന സീറ്റ് എന്ന് പറയുന്നത് CPI-യുടെ ആണ്. പക്ഷേ ആ CPI-യുടെ സീറ്റ് CPM എടുക്കാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങളിലേക്ക് വരുമ്പോൾ റിനി ആൻഡ് ജോർജിന് ഇത്തരത്തിലൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നുവെന്നോ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായ പ്രസ്താവന അടക്കമുള്ള കാര്യങ്ങൾക്ക് ഈ CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിയുടെ ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ ഉണ്ടായിരുന്നതായിട്ട് താങ്കൾക്ക് തോന്നുന്നു? റിനി ആൻഡ് ജോർജ് സിനിമാ നടിയാണല്ലേ എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ അത്യാവശ്യത്തിന് സിനിമയൊക്കെ കാണാറുണ്ട്. എല്ലാം കണ്ടില്ലെങ്കിലും എല്ലാ സിനിമയും കണ്ടില്ലെങ്കിലും ആ സിനിമയുടെയൊക്കെ പരസ്യവും സമൂഹ മാധ്യമങ്ങളിലൊക്കെ കാണും. ഒരാളങ്ങ് പറയുക ഞാൻ സിനിമാ നടിയാണ് എന്നാണ്, ഞാൻ വന്ന് പറയാം സിനിമാ നടനാണ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു കാലമാണ്. എല്ലാവർക്കും അവരവർക്ക് തന്നെ പറയാം. ഇപ്പൊ കാരണം അതൊക്കെ എഴുതിയിടാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ഫേസ്ബുക്ക് പേജോ അല്ലാതെയുള്ള ഒക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കെയർ ഓഫിലാണ് ഈ സിനിമാടി അറിയപ്പെടുന്നത് തുടങ്ങിയത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്ന് കേട്ടാൽ CPM-ന് അലർജിയാണ്. രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ എത്തിയത് തന്നെ പിണറായിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യം. തീർച്ചയായും പിണറായിക്ക് ഇഷ്ടപ്പെടാത്ത കുറേ പേര് നിയമസഭയിലുണ്ട്. ഒന്ന് KK രമയാണ്, പിന്നെ KM ഷാജി 2016 ജയിച്ചു വന്നു, പിന്നീട് 2021 തോപ്പിച്ചു കളഞ്ഞു. 16 അന്ന് നികേഷ് കുമാറിനെയാണ് എതിരെ നിർത്തിയത്, പക്ഷെ നടന്നില്ല. KM ഷാജിയെ പേടിയാണ്. പിന്നെ കുഴൽനാടന്, ഇങ്ങനെ കുറച്ച് പേരുണ്ട്. VD സതീശനെയും ഒരസ്വസ്ഥതയാണ്. ഇപ്പം അതിൻ്റെ കൂടാണ് മാങ്കൂട്ടത്തിലും വന്നിരിക്കുന്നത്. മാങ്കൂട്ടത്തിലിനെ ഇടയ്ക്ക് അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ഉണ്ടായതല്ലേ. അപ്പോൾ ആ ജന പിന്തുണയൊക്കെ കാണുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇവരങ്ങ് ഏറ്റെടുത്തു CPM ഈ റിനിയെ, ചലച്ചിത്ര നടി, നമുക്ക് അങ്ങനെ തന്നെ പറയാം. നടി അല്ല, അത് പേര് അല്ല,
പറയുന്നതിൽ തെറ്റില്ല കേട്ടോ. നടിയെന്ന് യുവ നടി അല്ല, നടിയാണ്. നടിക്കുന്നവൾ നടി, നടിക്കുന്നവൻ നടൻ. ഇതൊരു കാര്യം അവതരിപ്പിച്ചില്ല. അതെ, ആ അർത്ഥത്തിൽ പറയാം. അത് നടിയാ. അപ്പം ഓരോരുത്തരും ഓരോ വേഷം കെട്ടുകയാണ് ജീവിതത്തിൽ. അപ്പോൾ അവർ ആ വേഷം കെട്ടുന്നു. CPM അതിനെ അംഗീകരിക്കാൻ തയ്യാറാകുന്നു. CPMന്റെ ആ പോക്കിലാണ് നമുക്ക് CPMന്റെ അപജയമാണ് സംഭവിച്ചത്. നിലവാരം ഒരുപാട് തകരുന്നു എന്നുള്ളതാണ്. CPMന്റെ സ്വതന്ത്രന്മാരായിട്ട് എത്ര പേര് മത്സരിച്ചിട്ടുണ്ടെന്നറിയാമോ? പിന്നെ ഇപ്പൊ ഈ സമീപകാലത്ത് മരിച്ച പ്രൊഫസർ MK സാനുമാഷ് എറണാകുളത്ത് നിന്ന് മത്സരിച്ച് വിജയിച്ചതാണ്. അവിടെയൊക്കെയാണ് ഈ ഇത്തരത്തിലുള്ള ആൾക്കാർ. സെബാസ്റ്റ്യൻ പോളൊക്കെ എത്ര ഉയരങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരാണ്. പിന്നെ ചലച്ചിത്രനാടൻ മുരളി മത്സരിച്ചിട്ടുണ്ട് ആലപ്പുഴയിൽ നിന്ന് പാർലമെന്റിലേക്ക്, ഇടത് സഹയാത്രികനായിട്ട് നിന്നുകൊണ്ടാണ്. അപ്പൊ ഇവരെയൊക്കെ തന്നെ ഇപ്പൊ ഇടത് പക്ഷത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ്. അവരെ ഇറക്കുക. ഈ പറവൂര് മണ്ഡലം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാല് അത് CPIയുടേതാണ്. അതെ, CPIയുടെ പിന്നെ CPI ചോദിച്ചാലും അത് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാലും തന്നിട്ട് പോകാൻ പറയും. അത് പിടിച്ചു വാങ്ങാനുള്ള കരുത്ത് CPMനുണ്ട്. CPIക്ക് എല്ലാ ശേഷിയും നഷ്ടപ്പെട്ടിരിക്കുന്നവരാണ്. ഇപ്പം പന്ന്യൻ രവീന്ദ്രനും പറവൂരിൽ ഒരിക്കൽ മത്സരിച്ചതാണ്. VD സതീശനോട് തോറ്റുപോയി. VD സതീശനെ തോൽപ്പിക്കണമെന്ന് വലിയ മോഹമുണ്ട്. അതിനാണ് ഇടയ്ക്ക് വെള്ളാപ്പള്ളിയൊക്കെ ഇറക്കി VD സതീശനെതിരെ വലിയ പ്രസ്താവനയൊക്കെ നടത്തിച്ചത്. അതിന് ഈ ചലച്ചിത്ര നടിയെ ഇറക്കിയാൽ രാവിലെ 8 മണിക്ക് തന്നെ ഈ റിനി തോറ്റുപോകും. എനിക്കും അത് തന്നെയാണ് അഭിപ്രായം. കാരണം ഇത്രയും അധപ്പതിക്കുന്ന CPMനെ ഞാൻ മുൻകാലങ്ങളിലൊന്നും കണ്ടിട്ടില്ല. ഇങ്ങനെ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് പോലെ പറഞ്ഞു നടക്കുന്ന, യാതൊരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത, ക്രെഡിബിലിറ്റി എന്ന് പറയപ്പെടുന്നത് ഇല്ലാത്ത തരത്തിലുള്ള വ്യക്തിത്വങ്ങളെയൊക്കെ CPM എന്ന് പറയപ്പെടുന്ന ഒരു കേഡർ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരിക, അവരുടെ ലേബലിൽ നിന്ന് മത്സരിപ്പിക്കുക. ഇത് എന്തിൻ്റെ സൂചനയാണ് നൽകുന്നത്? എന്തിൻ്റെ സൂചനയാണ്? അധികാരം കിട്ടാൻ എന്തും ചെയ്യാമെന്നുള്ള തരത്തിലേക്ക് എത്തുന്നത്. അല്ല, അവരെ നിർത്തി മത്സരിപ്പിച്ചോട്ട് VD സതീശന് എളുപ്പമാണ്. നോമിനേഷൻ കൊടുത്തിട്ട് വീട്ടിൽ പോയിരുന്നാൽ മതി, പ്രവർത്തനം ചെയ്യണ്ട, അന്നേരം തന്നെ ജയിച്ചോളൂ. BJP പിന്നെ പറവൂരിൽ അത്രയും ഉണ്ട്. പക്ഷെ അവിടുത്തെ പ്രശ്നം ഇതാണ്. CPM ഈ CPIയുടെ കയ്യിൽ നിന്ന് ഈ സീറ്റ് എടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം തന്നെ BJPയുമായിട്ട് ചേർന്നിട്ടുള്ളൊരു ബന്ധമുണ്ട്. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ VD സതീശനെ പോലൊരു നേതാവിനെ 2026 നിയമസഭയിൽ എത്തിക്കരുത് എന്നതാണ്. അങ്ങനെ എത്തിക്കാതിരിക്കണമെങ്കിൽ CPM ആ സീറ്റ് ഏറ്റെടുക്കുകയും ഒപ്പം ഒരു പിന്തുണ പുറകിൽ നിന്ന് അവർക്ക് BJPയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വളരെ കൃത്യമായി VD സതീശനെ തോൽപ്പിക്കാൻ കഴിയും. കാരണം VD സതീശൻ ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റേബിളായിട്ടുള്ള മാർജിനിലൊന്നും അല്ല അവിടെ ജയിക്കുന്നത്. അയാൾ അങ്ങ് ജയിച്ചു വരികയാണ്. കാരണം ജനങ്ങളുള്ള ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ ജയിച്ചു വരിക. അത് കോൺഗ്രസിൻ്റെ ആഭിമുഖ്യമുള്ള ഒരു മണ്ഡലമൊന്നുമല്ല. പക്ഷേ VD സതീശനെ പോലൊരു നേതാവിനോട് ജയിക്കാൻ കഴിയുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. പക്ഷെ അതെന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതല്ലേ, NSSനെയോ അല്ലെങ്കിൽ ഒരു നായർ സമുദായക്കാരനായിട്ട് പോലും NSSനെ പ്രീണിപ്പിക്കുവാനുള്ള ശ്രമം നടത്തുന്നില്ല. NSSന്റെ വോട്ടുകളോടും അദ്ദേഹം അത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ വെള്ളാപ്പള്ളിയെയും സുകുമാരൻ നായരെയൊക്കെ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരികയും അവരെ കൂടെ നിർത്തിക്കൊണ്ട് VD സതീശനെ തറപറ്റിക്കുക എന്നുള്ള ലക്ഷ്യവുമുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഭയക്കുന്നത് എന്തുകൊണ്ടാണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറഞ്ഞ പോലെ ഫയറാണ്. നിയമസഭയിൽ ഫയറാകുന്ന ഒരാളാണ് അയാൾ. സതീശൻ അതുപോലെ തന്നെയാണ്, അത്തരത്തിൽ ഫയറാകുന്ന ഒരാളാണ്. പക്ഷേ ഈ 2 പേരടങ്ങുന്നവരല്ല അവരുടെ. കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു കോൺഗ്രസിനകത്ത് ഒരു ചെറിയ ബെൽറ്റുണ്ട്, യുവ നേതാക്കളുടെ ഒരു ബെൽറ്റ്. ഈ VT ബൽറാം അടക്കമുള്ള, ഷാഫി പറമ്പിൽ അടക്കമുള്ള, ഈ മാത്യു കുഴൽനാടൻ അടക്കമുള്ള, രാഹുൽ മാൻകൂട്ടത്തിൽ ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള അബിൻ വർക്കി എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ളൊരു യൂത്ത് വിഭാഗം വളരെ ഭംഗിയായിട്ട് അവർ കൈകാര്യം ചെയ്തു വരികയും അതിൽ ഭയചകിതരാകുന്ന DYFIയെയും CPMനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അവർക്ക് വളരെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയല്ലേ ഇവരെയൊക്കെ ഒതുക്കുന്നതാണ്. ഓരോ കൈകളായിട്ട് വെട്ടിമാറ്റുകയാണ് ചെയ്യപ്പെടുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ മാറുന്നു, ഷാഫി പറമ്പിലിനെ ഡൽഹിയിലേക്ക് അയക്കുന്നു, ബാക്കിയുള്ളവരെ ഭിന്നിപ്പിക്കുന്നു, VD സതീശനെ പറവൂരിൽ നിന്ന് മത്സരിപ്പിച്ച് പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കോൺഗ്രസിനെ അടപടലം പൂട്ടുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി നടത്തുന്ന ചെയ്തികളാണ് CPM നടത്തുന്നത്. രാഷ്ട്രീയ തന്ത്രങ്ങൾ എന്ത് തന്നെ വേണമെങ്കിലും അവർ പയറ്റിക്കോട്ടെ, നമുക്ക് പ്രശ്നമില്ല. പക്ഷെ ആ രാഷ്ട്രീയ തന്ത്രങ്ങൾ പയറ്റുമ്പോൾ റിനി ആൻഡ് ജോർജിനെ പോലുള്ളവരുടെ ക്രെഡിബിലിറ്റി കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല. അത് CPMനെ പോലൊരു കേഡർ പാർട്ടിക്ക് ചേർന്നതാണെന്ന് തോന്നുന്നുള്ളൂ. എന്ത് തോന്നുന്നു അങ്ങനെ നോക്കുമ്പോൾ? ഈ പറവൂര് ഇന്ത്യയിൽ ആദ്യമായി വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച മണ്ഡലമാണ്. ശിവംപിള്ള എന്ന പേരുള്ള ഒരാളാണ് വിജയിച്ചത്.
അപ്പം ഈ CPM ഇപ്പോൾ ഇത്തവണ വലിയ വീഴ്ച സംഭവിക്കാൻ പോവുകയാണ്. യാതൊരു നിലവാരവുമില്ലാത്ത ധാരാളം വനിതാ സ്ഥാനാർത്ഥികളെ അവർ രംഗത്തിറക്കുന്നുണ്ട്. അതിലൊന്നാണ് ഈ പറവൂരിൽ സംഭവിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് പറയട്ടെ, CPM ഇത്തവണ പലരുടെയും സീറ്റുകൾ കയറി കൈവച്ചിട്ട് അത് കൈക്കലാക്കാനുള്ള ശ്രമം. അതിലൊന്നാണ് ഈ പറവൂർ. ഇനി തിരുവനന്തപുരം സെൻട്രലിലുമുണ്ട്. ആന്റണി രാജുവാണ് ഇവിടെ ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ ആളായിട്ട് നിൽക്കുക. ആന്റണി രാജുവിനെ വെട്ടി മാറ്റും, എവിടെയെങ്കിലും നിന്നോളാം, മാറി നിന്നോളാം പറയും. എന്നിട്ട് ഈ സീറ്റ് അങ്ങ് എടുക്കും. അതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അങ്ങനെ വേറെ പലയിടത്തും ഇവര് നോട്ട് വെച്ചിട്ടുണ്ട്. ബംഗാൾ സീറ്റും അങ്ങനെ തന്നെയായിരിക്കും. അങ്ങനെ CPIയുടെ സീറ്റാണ്. CPIയുടേതാണ്. CPIയെ ക്രമേണ ഇവർ ഇല്ലാതാക്കി കളയുമെന്നുള്ളതാണ്. ഇനിയും ഇതിനകത്ത് ഇറക്കാൻ പോകുന്ന CPM ഇറക്കാൻ പോകുന്ന കുറേ സ്ഥാനാർത്ഥികളിൽ ചിലരുടെ ഇപ്പം നിലവിലുള്ളത് തന്നെ വൻ പരാജയത്തിൽ നിൽക്കുന്നതാണ് കൊല്ലത്ത് കാണുന്നത്. മുകേഷ് ML. വലിയ ദയനീയ, പാർട്ടിയുടെ അടിത്തറ പോലും അവിടെ കൊല്ലത്ത് നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. 2016-ലും 2021-ലും നിർത്തി വിജയിച്ചത് 2021-ൽ വന്ന് വിജയിച്ചത് 2000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കോൺഗ്രസിൻ്റെ തമ്മിൽ പോര് കാരണമാണ് ഇവിടെ മുകേഷ് ജയിച്ചു പോയത്. പിന്നെ അതും പോരാഞ്ഞ് 24-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കൂടെ കൊണ്ട് നിർത്തി. ഇനി പിന്നെ അവിടെ നിർത്താൻ പോകുന്ന ചിന്താ ജെറോമിനെയാണെന്നും പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്. പാർട്ടിയുടെ വളരെ മോശമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രം കാഴ്ചവെച്ചിട്ടുള്ള, യാതൊരു തരത്തിലുള്ള നിലവാരവും ഇല്ലാത്ത ഇത്തരത്തിലുള്ളവരെ തിരുവനന്തപുരത്ത് മേയർക്കെതിരെ അതിശക്തമായ രൂക്ഷമായ വിമർശനം നിൽക്കുമ്പോഴാണ് മേയർ ആര്യ രാജേന്ദ്രനെ നിയമമണ്ഡലത്തിലേക്ക് വരെ ആലോചിക്കുന്നുണ്ട്. എന്തായാലും ഒരു നിയമസഭാ സീറ്റ് ആര്യ രാജേന്ദ്രൻ ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. അപ്പം ഇങ്ങനെ കുറേ ലിസ്റ്റ് CPM ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയും ഉണ്ട് ഇതുപോലെ കുറേ പേര് വരുന്നുണ്ട്. ഇത് പാർട്ടിക്ക് വലിയ ദോഷം ഉണ്ടാക്കും. കാരണം ഒരു കാലത്ത് പ്രഗത്ഭന്മാർ, അത് CPM-ലായാലും SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയിൽ പോലും പ്രഗത്ഭരുടെ ഒരു നീണ്ട നിര ഉണ്ടായിരുന്നവരാണ്. അപ്പോൾ SFI ആയാലും CPM ആയാലും സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുമ്പോൾ അതിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്നവർ ഒരു കാലത്ത് ഉണ്ടായിരുന്നുള്ളതാണ്. അതിനെയൊക്കെ തകിടം മറിക്കുന്നതാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അപ്പം ഇപ്പം നമ്മൾ മറ്റുള്ളവരുടെയൊക്കെ നോക്കുക, കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നുണ്ട്. അവർ ഈ വക കാര്യങ്ങളിലൊക്കെ ഒന്നുകൂടെ ശ്രദ്ധിച്ചുകൊണ്ടാണ്. BJP അതിനേക്കാളും കൂടുതലായിട്ട് ഇതിനെ സസൂക്ഷ്മം വിലയിരുത്തിക്കൊണ്ടാണ് സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാക്കുന്നത്. തീർച്ചയായും. അപ്പം ഇത് ഇവർക്ക് തിരിച്ചടി ഉണ്ടാക്കും. അത് ഈ വക കാരണങ്ങളാൽ ഈ ചിന്താ ജെറോം, ആര്യ രാജേന്ദ്രൻ, ഇങ്ങനെയൊക്കെയുള്ള ഈ പറഞ്ഞ റിനി, ഇവരിലൂടെ പാർട്ടിക്ക് ധാരാളം സീറ്റ് നഷ്ടപ്പെടാനിടയാകും. നമ്മൾ പരാജയം അവർക്ക് ഉറപ്പാണ്. കണക്ക് കൂട്ടുന്നതിനേക്കാൾ താഴേക്ക് വരും ഇവരുടെ പരാജയം എന്നുള്ളതാണ്. ഈ റിനി ആൻഡ് ജോർജുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. കാരണം റിനി ആൻഡ് ജോർജിൻ്റെ പൂർവ്വകാലം എന്തായിരുന്നു? അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ SFI പോലൊരു സംഘടനയിൽ പ്രവർത്തിച്ചതിൻ്റെ പാരമ്പര്യമുണ്ടോ? സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയപ്പെടുന്ന ആ സംഘടനയിൽ പ്രവർത്തിച്ച എന്തെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും കാലഘട്ടത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്? ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെയും ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനം, അതായത് ഇതെന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ഒരു സ്റ്റേജാണ്. മൂന്നാമത്തെ ഭരണം തിരിച്ചു പിടിക്കുവാൻ അവർക്ക് വളരെ സാധ്യതയുള്ള സമയമാണ്. അത് വേറൊന്നും കൊണ്ടല്ല, അവരുടെ ഭരണ നേട്ടമോ ജനങ്ങളോടുള്ള അവരുടെ സ്നേഹമോ ഒന്നും കൊണ്ടല്ല. കാരണം കോൺഗ്രസ് പോലുള്ള പ്രസ്ഥാനത്തിനുള്ളിൽ നടക്കുന്ന അവരുടെ തമ്മിലടി കാരണം മാത്രം പരാജയപ്പെട്ടു പോകുന്നതായിരിക്കും, അഥവാ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു സമയത്ത് ഈ റിനി ആൻഡ് ജോർജിനെ പോലുള്ളവരെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അവിടെയാണ് ജനങ്ങളുടെ സംശയം കുറച്ചുകൂടി ബലപ്പെടുന്നത്. അതായത് റിനി ആൻഡ് ജോർജ്, ഞാൻ ഈ പറഞ്ഞ പോലെ താങ്കൾ തന്നെ പറഞ്ഞല്ലോ, SFIയിൽ പ്രവർത്തിച്ച, DYFIയിൽ പ്രവർത്തിച്ച, എന്നിട്ട് CPM-ൽ ഈ പറയുന്ന പോലെ ഏരിയയിലും ക്ഷമിക്കണം അവരുടെ താഴെ തട്ട് മുതൽ ഇങ്ങോട്ട് പ്രവർത്തിച്ചു വരേണ്ടതാണ്. അങ്ങനെ പ്രവർത്തിച്ചു വരേണ്ട ഒരു പാരമ്പര്യമുള്ളവർക്ക് മാത്രമാണ് ജില്ലാ സെക്രട്ടേറിയറ്റിലെങ്കിലും എത്തിയതിന് ശേഷം ഒരു സീറ്റ് നൽകി അവരെ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. ഇവിടെ ആര്യ രാജേന്ദ്രൻ മേയർ എന്നുള്ളൊരു പദവിയിൽ ഇരിക്കുന്നുണ്ട്, ഒരു സീറ്റ് നൽകുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് ചിലപ്പോൾ വിശ്വസിക്കേണ്ടി വരുന്നു. മറ്റൊന്ന് ചിന്താ ജെറോമാണ്. താങ്കൾ പറഞ്ഞ പോലെ ചിന്താ ജെറോമിനൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 7 മണിക്കോ 8 മണിക്കോ തന്നെ പരാജയപ്പെടുവാനുള്ള സാധ്യതയും ഉള്ളവർ തന്നെയാണ്. അവരെ മാറ്റിവെച്ചാൽ ഈ റിനി ആൻഡ് ജോർജിനെ പോലുള്ളവരെ കൊണ്ടുവരുന്നത് ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ജനങ്ങൾ സംശയിക്കുന്നത് ശരിയാണ് എന്ന് വരുത്തി തീർക്കുന്നത്. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ളവരെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കളെ അപജയപ്പെടുത്തുന്നതിന്, അവരെ ഈ തരത്തിൽ അപകീർത്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമം നടത്തിയത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രലോഭനങ്ങൾ വച്ചിട്ടാണ് എന്ന് പൊതുജനം സംശയിച്ചാൽ നമുക്കതിനെ കുറ്റം പറയാൻ പറ്റും.
റിനിയാൻ ജോർജിനെ പോലുള്ളവരെ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ പിന്നെ ഈ പാട്ടിൻ്റെ ഏറ്റവും വലിയ ഗതികേടാണെന്ന് പറയേണ്ടി വരും. അവരല്ലാതെ ഈ ഞാൻ ഒരിടത്ത് വായിച്ചതാണ്, കഴിഞ്ഞ ഈ ഒക്ടോബർ 1 കോടിയേരി ബാലകൃഷ്ണൻ്റെ 3ാം ചരമവാർഷികം. ആ സമയത്തിന് അദ്ദേഹത്തിൻ്റെ പഴയ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, 5 ലക്ഷത്തോളം വരുന്ന പാർട്ടി പ്രവർത്തകരുള്ള ഒരു പ്രസ്ഥാനമാണിത്. ഈ പ്രസ്ഥാനത്തിൽ ഏകദേശം 12ഓളം മന്ത്രിമാർ മാത്രമേ ഉണ്ടാകാറുള്ളൂ. 63 64 MLA-മാർ മാത്രമേ അതിൽ നിന്ന് ഉണ്ടാകുന്നുള്ളൂ. ബാക്കി ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെന്ന് പറയപ്പെടുന്നത് പാർട്ടി കേഡറുകളാണ്, പാർട്ടി അണികളാണ്, പാർട്ടി മെമ്പർമാരാണ്. ഇങ്ങനെ പറയുന്ന ഒരു പ്രസ്ഥാനമാണത്. അങ്ങനെ പറയുന്ന ഒരു പ്രസ്ഥാനത്തിൽ ഇതുവരെ പ്രവർത്തിച്ച് പാരമ്പര്യം പോലും ഇല്ലാത്ത SFI എന്ന് പറയപ്പെടുന്ന ഒരു സ്റ്റുഡൻസ് ഫെഡറേഷനിൽ പോലും അംഗമല്ലാത്ത ഒരാൾ ഒരു സുപ്രഭാതത്തിൽ പറവൂരിൽ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ വരെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും CPM എന്ന് പറയുന്ന പാർട്ടി എത്രത്തോളം താഴേക്ക് പോയി, അല്ലെങ്കിൽ അത് അവർക്ക് എത്രമാത്രം അപജയം സംഭവിച്ചു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരില്ലേ? അതുകൂടെ പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം, കാരണം സമയമായി. കാരണം ഇതിനകത്ത് പിന്നെ ഈ പറവൂരിൽ നിർത്തണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്രയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെ നിർത്തി വി.ഡി. സതീശനെ പരാജയപ്പെടുത്തിയാൽ അത് CPM-ന്റെ വലിയൊരു വിജയമായിട്ട് കാണാൻ കഴിയും. ഇത് വേറൊരു തരത്തിലാണ്. ഇവരിപ്പോൾ ഈ വേടനെയൊക്കെ ഏറ്റെടുത്ത് നടക്കുന്നില്ല. അതിൻ്റെയൊക്കെ വേറൊരു രൂപമായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയത്തുള്ളൂ. ഇത്രത്തോളം ഈ പറയുന്ന അപജയം സംഭവിക്കുന്ന തരത്തിലേക്ക് ഒരു പാർട്ടി ഇല്ലാതാകുക എന്ന് പറയപ്പെടുന്നത് കേരളം എന്ന് പറയപ്പെടുന്ന സംസ്ഥാനത്ത്, ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എത്രത്തോളം ശക്തമായി നിൽക്കുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളം മാത്രമാണ്. ഇവിടെ കൂടി ഇല്ലാതാകാൻ പോകുന്നു. CPM എന്ന് പറയപ്പെടുന്നത് ചരിത്രത്തിൻ്റെ ഭാഗമായി തീരാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.